കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആ വാക്കും പാഴായി. ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇന്ന് എതിർത്തു. കസ്റ്റഡി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന കോടതിയുടെ ചോദ്യത്തിന് പക്ഷേ ഉത്തരമില്ല. ഇത് ന്യൂനപക്ഷ വേട്ടയാണെന്ന് കോൺഗ്രസ്, രാഷ്ട്രീയ അജണ്ടയാണെന്ന് CPIM, തെരുവിൽ നേരിടുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ്. വയോധികരായ 2 കന്യാസ്ത്രീകൾ 53 കൊടും കുറ്റവാളികൾക്കൊപ്പം അന്യായമായി തടവിലാക്കപ്പെട്ട് 8ാം നാൾ. ബജരംഗദളിന്റെ ആൾക്കൂട്ട വിചാരണയും പോലീസിന്റെ കള്ളക്കേസും തടവിലാക്കിയത് 2 സാധുക്കളായ അശരണായവർക്ക് അഭയമായിരുന്ന കന്യാസ്ത്രീകളെയാണ്. ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിയമത്തിന് പുറമെ BNS 143 മനുഷ്യക്കടത്ത്, BNS 182 രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നിവ കൂടി ചേർത്താണ് ആ സാധുക്കളെ അഴിക്കുള്ളിലാക്കിയത്. അപ്പോഴും ഛത്തീസ്ഗഡിനായി ഒരു തിരക്കഥയും കേരളത്തിനായി മറ്റൊരു തിരക്കഥയും എഴുതുന്ന BJP വീണ്ടും തുറന്നുകാട്ടപ്പെടുകയാണോ? കേരള സ്റ്റോറിയുടെ സംവിധായകന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കൊടുക്കുകയും വസ്തുതകൾ തുറന്നു പറയുന്ന സിനിമയെന്ന് ജൂറി പരാമർശം നടക്കുകയും ചെയ്ത ദിവസമാണ്. ഇത് ഡബിൾ സ്റ്റോറിയാണോ? സഭകളുടെ അരമനകളിലേക്കുള്ള നെട്ടോട്ടമോടിയാൽ നഷ്ടപ്പെട്ട ഈ വിശ്വാസം വീണ്ടെടുക്കാനാകുമോ? ഇന്ന് NIA കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ സർക്കാർ എതിർക്കില്ല എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ് പാഴായോ? നീതി ഇനിയും അകലെയാണോ? BJPയുടേത് ഡബിൾ ഗെയിമോ, ഡബിൾ സ്ക്രിപ്റ്റോ?